അധികൃതരുടെ അനാസ്ഥയിൽ നശിക്കുന്നത് ഒരു നാടിന്റെ തന്നെ ജലസ്രോതസ്. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പന്നിയൂർ തുറ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ജലാശയത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളൊന്നും ഇതുവരെ നടപ്പിലായതുമില്ല. വേനലിലും വറ്റാത്ത തുറയിൽ പുല്ലും പായലും വളർന്ന് വെള്ളം കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. അധികൃതരുടെ അനാസ്ഥയിൽ വേനലിലും വറ്റാത്ത പന്നിയൂർ തുറ സംരക്ഷണമില്ലാത്തതിനാൽ നശിക്കുന്നു. നാടിനു ജലസമൃദ്ധിയേകാൻ പാകത്തിന് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ജലാശയത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികളൊന്നും ഇതുവരെ നടപ്പിലായില്ല. വേനലിലും തുറയിൽ നിറയെ വെള്ളമുണ്ടെങ്കിലും പുല്ലും പായലും വളർന്ന് വെള്ളം കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആദ്യമെല്ലാം പ്രദേശവാസികൾ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും ഇതിലെ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു പരിധിവരെ സമീപത്തുള്ള കിണറുകളിൽ ജലനിരപ്പ് താഴാതെ സംരക്ഷിക്കുന്നതിനും പന്നിയൂർ തുറയ്ക്ക് കഴിയുമായിരുന്നു. ഇപ്പോൾ തുറയിലെ വെള്ളം വറ്റുന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കിണറുകളും കുളങ്ങളിലും ജലനിരപ്പ് താഴാനും ആരംഭിച്ചു. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമാണ് തുറ സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂർ ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്ന തുറ 3.5 പതിറ്റാണ്ട് മുമ്പാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത്. പാടശേഖരവും തുറയും ഒന്നായി കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് 1995 മുതൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ തുറയുടെ നവീകരണം ആരംഭിച്ചു. പല ഘട്ടങ്ങളിലായി തുറയ്ക്ക് അതിർവരമ്പുകൾ കെട്ടുകയും കുളിക്കാൻ സൗകര്യത്തിനായി പടികളും ഇടമതിലുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് മാറി മാറി വന്ന ഗ്രാമപഞ്ചായത്തുകൾ വേണ്ടത്ര ശ്രദ്ധ നൽകാതെ വന്നതോടെയാണ് തുറയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. ചളിയും മാലിന്യവും അടിഞ്ഞുകൂടി തുറയുടെ ആഴവും കുറഞ്ഞു. കൊടും വേനലിൽ പോലും വറ്റാത്ത ജലാശയം വേനൽക്കാലത്ത് പോലും വറ്റുന്ന അവസ്ഥയിലെത്തി. തുറയിൽ അടിഞ്ഞുകൂടിയ ആഫ്രിക്കൻ പായലും ചെളിയും നീക്കം ചെയ്ത് ആഴം കൂട്ടിയാൽ മാത്രമേ ഭാവിയിലെ വരൾച്ചയ്ക്ക് പരിഹാരമാകൂ എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ത്രിതല പഞ്ചായത്തുകളുടെ കൂട്ടായ ശ്രമം കൂടി അതിന് ആവശ്യമാണ്. കേരള വിഷൻ, ആനക്കര.